ഫൈൻഡ് വർക്ക് ഡൺ ഓൺ ബ്ലോക്ക് ഓഫ് മാസ് എം. സോ എം എന്ന ബ്ലോക്കിന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ഫോർ ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം എ ടു ബി. സോ എയിൽ നിന്ന് ബിയിലേക്ക് എന്ത് ചെയ്യാണ്, ഇത് സ്ലൈഡ് വരികയാണ്, അതിന്റെ വർക്ക് കണ്ടുപിടിക്കണം. ഏതൊക്കെ ഫോഴ്സ് ചെയ്താണ്? ബൈ നോർമൽ റിയാക്ഷൻ വർക്ക് കണ്ടുപിടിക്കണം. അതുപോലെ ബൈ ഗ്രാവിറ്റി ചെയ്ത വർക്കും കണ്ടുപിടിക്കാം. നോർമൽ റിയാക്ഷൻ ഇങ്ങോട്ട് ആക്ട് ചെയ്യണേ നിങ്ങൾ പറയും സാർ, നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് ഇൻക്ലൈൻഡ് സർഫസിന്റെ ആ സർഫസിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ടാണ് നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്. സോ ആംഗിൾ എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് ഇവിടുന്ന് ഈ എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ആംഗിൾ എത്രയാണ്? 90 ആണ്. സോ വർക്ക് ഡൺ ബൈ നോർമൽ റിയാക്ഷൻ എത്രയാണ്? വർക്ക് ഡൺ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ റിയാക്ഷൻ ആണ്. എത്രയായിരിക്കും? എം ജി കോസ് തീറ്റ ആയിരിക്കും. കാര്യം ഇൻക്ലൈൻഡ് സർഫസിൽ എം ജി കോസ് തീറ്റ നോർമൽ റിയാക്ഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? അതുകൊണ്ട് എക്സ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഇൻറ്റു കോസ് തീറ്റ എത്രയാണ്? ഇവിടെ 90 ആണ്. ശരിയല്ലേ? ഇവിടെ എത്രയാണ്? നമ്മുടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ എത്രയാണ്? 90 ആണ്. സോ കോസ് 90 എത്രയായിട്ട് മാറും? ആൻസർ 0 ആയിട്ട് മാറും. നോർമൽ റിയാക്ഷൻ ചെയ്ത വർക്ക് 0 ആയിട്ട് പോയി. ഈ കാര്യം മനസ്സിലായോ? അടുത്തത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ചെയ്ത വർക്ക്. നമുക്ക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. ശരിയല്ലേ? ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. കോൺസ്റ്റന്റ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എടുക്കുന്നത് പഠിച്ചിട്ടുണ്ട്. സോ ഒന്നും അറിഞ്ഞിരിക്കും. ഇത് നമുക്ക് ആൻസർ ചെയ്യാം. വർക്ക് ഡൺ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എഫ് എസ് കോസ് തീറ്റ. എഫ് എത്രയാണ്? എം ജി ആണ്. എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. എം ജി. സോ എം ജി ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. നമ്മൾ അതിനെ എന്ത് ചെയ്തില്ല? റിസോൾവ് ചെയ്യാൻ നോക്കത്തില്ല. പകരം എന്ത് ചെയ്യും? ഇൻറ്റു എസ് ഡിസ്പ്ലേസ്മെന്റ് ഇവിടം തൊട്ട് ഇവിടം വരെ ബോഡി സഞ്ചരിച്ചു. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? എസ് എക്സ് ആണ്. എസ് എന്ന് വേണമെങ്കിൽ ആദ്യം പറയാം. എസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. എസ് ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? എക്സ് ആണ്. ഇനി എന്തുണ്ട്? കോസ് തീറ്റ ഉണ്ട്. കോസ് തീറ്റ നോക്ക്, ഇതാണ് നമ്മുടെ എന്ത് ഫോഴ്സ്, ഇതാണ് തോന്നുന്നത് ഡിസ്പ്ലേസ്മെന്റ്. സോ ഇവയ്ക്കിടയിലുള്ള ആംഗിൾ, ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയിലുള്ള ആംഗിൾ ഇതാണ് തീറ്റ. സോ ഈ തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ എന്നല്ല, ആക്ച്വലി തീറ്റ ഇതാണ്. നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. എത്രയാണത്? അത് 90 മൈനസ് തീറ്റ ആയിരിക്കും. കാര്യം ഇത് ട്രയാംഗിൾ ആണ്, ഇത് 90 ആണ്, ഇത് തീറ്റ ആണ്. എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ. സോ കോസ് 90 മൈനസ് തീറ്റ. എന്നാൽ ഈ കോസ് 90 മൈനസ് തീറ്റ അത് സൈൻ തീറ്റയാണ്. which is equal to mg into s into sin theta. മനസ്സിലായോ? സോ എസ് സൈൻ തീറ്റ അതെന്താണ്? നമുക്ക് ഈ ട്രയാംഗിൾ എടുത്ത് നോക്കി. ഈ ട്രയാംഗിളിൽ സൈൻ തീറ്റ എടുത്ത് സൈൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എച്ച് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് എസ്. സോ എസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ട്രയാംഗിളിനെ സംബന്ധിച്ച് എസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് എച്ച് ആണ്. സോ കിട്ടി എന്താണ്? എച്ച് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എം ജി എച്ച്. ആൻസർ കിട്ടി എം ജി എച്ച്. സോ നമുക്കറിയാം വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. അങ്ങനെയെങ്കിൽ ഈ ഫോഴ്സ് എന്ത് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കണേ? വെർട്ടിക്കൽ കമ്പോണിൽ മാത്രമേ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുകയുള്ളൂ. സോ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സിന് എലോങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ കണക്ക് ചെയ്യാൻ കഴിയും. മനസ്സിലായോ? സോ കോൺസ്റ്റന്റ് ഫോഴ്സ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഈ കാര്യം മനസ്സിലായോ? ഓക്കെ.